വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ആക്ച്വലി 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. കാരണം 15-ാം തീയതി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും ഇതിൽ ഒരുപാട് പേര് ബോംബെയിൽ നിന്നും പല റീജൻസിലും വരേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യം വളരെ ദുഷ്കരമായ ഒരു സമയത്തൂടെ കടന്നു പോകുമ്പോൾ പ്രാക്ടിക്കലാണോ, എയർപോർട്ട് അടയ്ക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിന്നു. പിന്നെ ഇന്നലെ ബോംബെ എയർപോർട്ട് അടയ്ക്കുക ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റിലാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പാണ്. എന്നാൽ വളരെ ചെറിയൊരു ചടങ്ങ് വയ്ക്കാം. ഞാൻ ഇതിനോട് പറഞ്ഞ മ്യൂസിക് ലോഞ്ച് എലാബറേറ്റ് ആയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ മ്യൂസിക് ലോഞ്ച് സമയമായിട്ട് പറയാമല്ലോ, ട്രെയിലർ ലോഞ്ച് നമുക്ക് എലാബറേറ്റ് ആയിട്ട് വയ്ക്കാറുണ്ട്. എന്തായാലും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ വന്ന കംപ്ലീറ്റ് മീഡിയ, ഓൺലൈൻ മീഡിയ, ഒരുപാട് നന്ദി. ഇതൊരു അനൗൺസ്മെന്റും ഒരു ലോഞ്ചും പോലെ തന്നെയാണ്. പിന്നെ ഇന്നലെ ഈവനിങ് ആണ് എന്നാ ആങ്കർ ചെയ്യാനായിട്ട് സിദ്ധാർത്ഥ എന്നെ വിളിച്ചു. സിദ്ധാർത്ഥനെ വിളിച്ചപ്പോൾ എന്ത് പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആട് 3D എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി വിചാരിച്ചത് 3D-യിലാണെന്ന്. അതുകൊണ്ടാണ് ഇത് ആടിയല്ല, ഇത് ആട് 3. അപ്പം ആട് 3D-യിൽ അല്ല ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് മാസ് എന്റർടൈനർ ആണ്. അപ്പം നമുക്ക് അതിന്റെ ഒരു 3D ഒരു വിഷ്വൽ ഉള്ള ഒരു തിയേറ്ററുകളിൽ മാത്രം കാണേണ്ട ഒരു സിനിമയല്ല ഇത്. എല്ലാ തിയേറ്ററുകളിലും ഒരു കഴിവതും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മാഗ്നിറ്റ്യൂഡിലാണ് ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് നിസ്സംശയം പറയാം. ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ബഡ്ജറ്റ് മൂവീസ് ഇൻ മോളിവുഡ് ആയിരിക്കും ആട് 3 എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ബിക്കോസ് ഇതുവരെ ഇതിന്റെ ഒരു ബഡ്ജറ്റിന്റെ എസ്റ്റിമേറ്റ് ഇടാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ബിക്കോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ദിവസവും കൂടി വരികയാണ്. ഇനി DOP അഖിൽ ജോർജ് ഓരോ ദിവസവും സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാടോടി ആർട്ട് ഡയറക്ടർ ഓരോ ദിവസവും തൂണിന്റെ കുതിരകളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഓരോ ദിവസവും ഷിബു എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഷിബു പറയുന്ന ഇതുണ്ട്, സാറിന്റെ ഇവിടെ ഒക്കെ നിൽക്കത്തില്ല കേട്ടോ. അത് കേട്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് എണീക്കുന്നത്. ഇതിവിടെ ഒക്കെ നിൽക്കത്തില്ല കേട്ടോ. പിന്നെ ഷിബു എന്തായി, ഷിബുവിന് കോള് വരുമ്പോ തന്നെ പേടിയാണ്. അപ്പൊ ആ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ്. ഒരു ആടിന്റെ യാത്രയെ കുറിച്ച് പല ഓൺലൈൻ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളതുണ്ട്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മിഥുൻ മേനോൻ തോമസിന് ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന 20 മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹമാണ്. മലയാള ഓഡിയൻസിന് ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഞ്ചൈസി. ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ഇമിഗ്രേഷൻ, ഞാനിപ്പോ വെളിയിൽ പോവാണ്, ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഒരു ഹോട്ടലിൽ പോയാൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യം ആട് 3 എന്ന് വരുവാണ്. ഒരു ഊബർ ഡ്രൈവർ അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വേറെ ഒരു കാര്യവും അവർക്ക് അറിയണ്ട. എന്നെ കണ്ടാൽ അപ്പം ആട് 3 എന്ന് വരും എന്നുള്ള ചോദ്യമാണ്. അത്രമാത്രം ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ബോംബെയിലും റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോൺ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ വിചാരിക്കും ഇതെന്താ ഇയാളോട് ചോദിക്കുന്നതെന്ന് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്. എവിടെ പോയാലും എന്നെ ഷമീർ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർക്ക് തന്നെ ഒരു സംശയം, എനിക്ക് സെക്കൻഡ് നെയിം ഷമീർ എന്നാണോ, പിന്നെ ആട് 3 എന്ന് വരും. അങ്ങനെ എല്ലാവരോടും ഞാനിത് ആൻസർ ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. അതിന് ഇന്ന് ആ ഡ്രീമിന്, ആ സ്വപ്നത്തിന് ഇന്ന് ചിറക് മുളയ്ക്കുകയാണ്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ എനിക്കിന്ന് 2 സന്തോഷങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് ആടിന്റെ ലോഞ്ചിനോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കളം
വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു മോട്ടിവേഷനാണ്. കാരണം അതും ഒരു ഫാന്റസി ചിത്രമാണ്. അപ്പം എന്നോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഫാന്റസി മൂഡ് പിടിക്കുകയാണെങ്കിൽ ഫ്രൈഡേ ഫാന്റസി ഹൗസ് ഒന്ന് മാറ്റേണ്ടി വരുമോ, കാരണം ആട് 3 ഫാന്റസി ആണെന്നാണ് കേൾക്കുന്നത്. അപ്പം ഇതെല്ലാം സിനിമ തന്നെ ഒരു ഫാന്റസിയാണ്. അപ്പം പടക്കളം ടീം ഇവിടെയുണ്ട്, എൻ്റെ ഡയറക്ടർ ടീം എല്ലാം ഞങ്ങളുടെ ഈ ആടിന്റെ ലോഞ്ചിന് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അതിന് ഒരു കേക്ക് കട്ടിങ്ങിന് ശേഷം ഞാൻ നിങ്ങളുടെ എല്ലാവരും വിളിച്ച് ചെയ്യും. അപ്പോൾ കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എല്ലാവരും സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കാം. ഞാൻ മിഥുന് പറഞ്ഞു, മിഥുനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമയിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം. ഞാൻ തന്നെ അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്തോളാം. അതുകൊണ്ട് ഞാൻ മിഥുൻ സംസാരിക്കും. മിഥുൻ ഇന്നലെ വിളിച്ചു, ഞാൻ ഇതെല്ലാം കൊണ്ട് പറയട്ടെ ചേട്ടാ, കഥ തന്നെ ഉണ്ടല്ലോ ഫുള്ള്. അതുകൊണ്ട് പിന്നെ അത് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ്. ഡയറക്റ്റ് എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിച്ചിരിക്കും. അതുകൊണ്ട് മിഥുൻ ഒരു ലോല ഹൃദയനാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ മിഥുൻ കഥ വരെ പറഞ്ഞു തരും. അതുകൊണ്ട് എന്നോട് മാത്രം ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്നാലും വളരെയധികം സന്തോഷം. ഇന്ന് ഈ പറഞ്ഞതുപോലെ ഈ ആട് 3യുടെ ലോഞ്ചിന് നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അത് മറ്റൊന്നും കൊണ്ടല്ല, വീണ്ടും ഒരു ഷാജി പാപ്പൻ ആകാൻ വേണ്ടി പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ്. കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ എവിടെ പോയാൽ ഇതെന്റെ എനിക്ക് തോന്നുന്നത് 107ാമത്തെ സിനിമയാണ് ആട് 3. അപ്പോ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ, കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്രായഭേദമന്യേ ആളുകൾ ചോദിക്കുന്നത് ഷാജി പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ജയസൂര്യ ഏതാ പടത്തിന്റെ ഷൂട്ടിങ്, നമ്മളിങ്ങനെ ആട് എന്ന് പറഞ്ഞ പടമാണ്. ഓക്കെ. അടുത്ത തവണ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറി, സിനാരിയോ മാറിയിട്ട് പാപ്പോ ഷാജി പാപ്പോ എന്ന് പറയും. അത് വളരെ തയ്യാറായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും, ആക്ടറുടെ പേര് അറിയാൻ പറ്റും, കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ അത് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. എവിടെ ചെന്നാലും പേര് വിളിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത അനുഭവമാണ്. എപ്പോഴും എനിക്കും ഈ ക്യാരക്ടറിനെ മിസ് ചെയ്യാറുണ്ട്. ഇവര് ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും, വല്ല ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഞാനും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊക്കെ ഞാൻ ചിന്തിക്കും, എന്ത് ചെയ്യായിരിക്കും, നടന്ന് കടിച്ചിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും എനിക്കുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക, അത് ഫ്ലോപ്പ് ആകുക, അത് സെക്കൻഡ് പാർട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ട് എന്താ പറയാ ചിന്തിച്ചൂടെ. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ പടം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച്. പക്ഷെ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ മറന്നു. പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആട് 2 ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക്, ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എന്റെ വൈഫാണ് ചെയ്തത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം, എല്ലാവരും ഏറ്റെടുത്തൊരു കോസ്റ്റ്യൂം ആയിരുന്നു. അടുത്ത ചേച്ചി കൊണ്ടിട്ടില്ലേ. അപ്പോ അങ്ങനത്തെ കുറേയധികം നല്ല ഓർമ്മകൾ, അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൈജു ആണെങ്കിലും ധർമ്മജനാണെങ്കിലും ഡ്യൂഡാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. ഇതിന്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് 2 എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലും ഗംഭീരമാവട്ടെ ആട് 3 എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയ് ബാബുവിന്റെ ഗഡ്സ് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും കൊണ്ടുവരിക, പിന്നെ അത് എടുത്ത് വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ആട് 3ലേക്ക് എത്തുമ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസ് ഞങ്ങൾ ഇതുവരെ ഇപ്പോ മങ്കിപ്പനാണെങ്കിലും ആടാണെങ്കിലും സൂഫി സുജാത ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഏറ്റവും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ. ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
താങ്ക് യു സോ മച്ച്. ഭയങ്കര ദുഃഖകരമായിരുന്നു. മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു. അഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത്. അപ്പൊ ഞാൻ വളരെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്റെ തമാശകൾ അങ്ങനെ വർക്കാവാറില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്കാവാത്തതുകൊണ്ടായിരിക്കും ഇവര് ചിരിക്കാത്തത്. പക്ഷെ എന്നാലും മിഥുനും വിനയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവര് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിരിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും. ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി. സൺഡേ ഒക്കെ പിന്നെ കളക്ഷൻ വരും. മൺഡേ ആകുമ്പോഴത്തേക്കും ഏതൊരു പടവും ഹോളിഡേസ് അല്ലെങ്കിൽ ഒന്ന് താഴും, ഒരു ഡിപ്പ് വരും. മൺഡേ ഡെഫിനറ്റ്ലി ഡിപ്പ് വന്നു. പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പായിരുന്നു, തകർന്നാകെ. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. പിന്നെ മിഥുന്റെയും വിജയുടെയൊക്കെ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടമാണ്. അതേപോലെ എന്റെ കരിയറിലും ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 75 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറുപ്പ്. 100 കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം. പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. മാളികപ്പുറത്തിന്റെ എന്തായാലും ഇല്ലായിരുന്നു. കുറുപ്പിന്റെ എനിക്കറിയില്ല. കുറുപ്പിൽ ഞാൻ 2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല. ആട് പക്ഷെ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് എന്നറിയില്ല. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ്. ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇതിന്റെ ബഡ്ജറ്റ് എന്നറിയില്ല. എന്നുവെച്ചാൽ ഞാനിപ്പോ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നെ പാർട്ട്ണറാക്കാൻ വേണ്ടി സൺസ് കാണിച്ച തോമസ് തിരുവല്ല, അദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ആട് 1 പൊട്ടി, അത് കഴിഞ്ഞിട്ട് ആട് 2 വരുന്നു. ആട് 3 ചെയ്യാൻ പോകും. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും തോമസ് ചേട്ടനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അല്ല, തോമസ് ചേട്ടനും ഞാനും കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി. പക്ഷെ ആട് 1 പൊട്ടിയിട്ട് ആട് 2 വന്നപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയി. അതൊരു മോട്ടിവേഷനാണ്. ഞങ്ങൾ അതുകൊണ്ട് ഭരതനാട്യം 2 പ്ലാൻ ചെയ്യുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ ആട് ബ്ലോക്ക് ബസ്റ്റർ ആയ പോലെ ബ്ലോക്ക് ബസ്റ്റർ ആയാലും ചെറിയ രീതിയിലൊക്കെ ഒരു 3 ആഴ്ച 4 ആഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലായിരുന്നു ചേട്ടാ. അങ്ങനെ ഓടിയാൽ ഒരു സന്തോഷം. അങ്ങനെ ഭരതനാട്യം 2 അതിന്റെ പേര് ഈ വേദിയിലേക്ക് അനൗൺസ് ചെയ്യാം അല്ലേ? ഓണത്തിനിടയ്ക്ക് കുട്ടച്ചറും പോലെ ഫിലിയില്ല, എന്നാൽ പറഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം. മോഹിനിയാട്ടമാണ് ഭരതനാട്യം 2ന്റെ ആണോ? ആ, ഇനി തേർഡ് പാർട്ട് ഉണ്ടാവുകയാണെങ്കിൽ ചേട്ടാ ഇവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ കുച്ചിപ്പുടി. അപ്പൊ അങ്ങനെ അപ്പം ജോക്സ് അപ്പാർട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഈ പടം ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കും. ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും. ആട് 1-ലെ ആട് 2-ലെ മിക്കവാറും ആക്ടേഴ്സ് ഒക്കെ 95% ആക്ടേഴ്സും ഇതിനകത്തുണ്ട്. ഡോണി ഇവിടെ ഇരിപ്പുണ്ട്. ഡോണി പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ ആട് 1-ലുണ്ടായിരുന്നു ഇദ്ദേഹം. ഒരു ഉഗ്രൻ ക്യാരക്ടർ, വിനായകന്റെ ടീമില് ഡ്യൂഡിന്റെ ടീമിലെ മെമ്പറായിരുന്നു. പണിയിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തു. ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ പറ്റിയില്ല. പക്ഷെ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ്. പിന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആയ ഭഗത്ത്, നെൽസൺ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഈ പടം വിജയമാകാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം. പിന്നെ ജയനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മള് പുതിയ ആൾക്കാരെ ഡെഫിനറ്റ്ലി കാണുമല്ലോ എല്ലാ ദിവസവും. മിനിമം ഒരാളെങ്കിലും ആട് 3 പിന്നെ ചോദിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്ക് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. താങ്ക് യു. Thank you all. Thank you for coming. And ഇങ്ങനെ ഒരു മൂവ സ്റ്റാൻഡ്
ആൻസിപ്പേറ്റ് ഒരു ഫ്രാഞ്ചൈസിന്റെ ഭാഗമായതിൽ താങ്ക് യു യൂണിവേഴ്സ്. എനിക്കാകെ പറയാനാവുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു 224 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഇമാജിൻ ദ സൈസ് ആൻഡ് സ്കെയിൽ വി ആർ ഡൂയിങ് ദേർ. ആൻഡ് പറഞ്ഞ പോലെ ഏറ്റവും ആട് ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്, എൻ്റെ കരിയറിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്, ഫ്രൈഡേ ഫിലിംസിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്. ഇത്രമാത്രം പറയുന്നു. And we are trying to deliver the maximum. Once again, thank you all media for coming here, support throughout and down. So, വല്ലാത്ത കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. താങ്ക് യു പ്രൊഡ്യൂസർ, ഡയറക്ടർ, താങ്ക് യു. ആട് ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണ്. ഞാൻ 1983 കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമകളാണ്. അവിടെ നിന്ന് ഇപ്പം ഇത്രയും വർഷമായി ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. ആടും ഒരുപാട് വലുതായി, ഇപ്പം 3rd പാർട്ടിൽ വന്ന് നിൽക്കുന്നു. 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് 2ഓടെ തീർന്നെന്നാണ് വിചാരിച്ചത് ഇത്. പക്ഷെ 3 എന്നെ സംബന്ധിച്ച്, എൻ്റെ കരിയറിനെ സംബന്ധിച്ച് എന്താ പറയുക, ഭയങ്കര എക്സൈറ്റിങ്ങും ഞാൻ ഇതുവരെയും എന്നെ പോലും കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ വരുന്നത്. മേരി ഈ പ്രാവശ്യം ചതിക്കില്ലായിരിക്കും അല്ലേ? അപ്പം ഐ എം ഓൾസോ വെരി എക്സൈറ്റഡ്. അപ്പം താങ്ക് യു മിഥുൻ, താങ്ക് യു വിജയ്. വിജയാണ് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത്. ഇത് വിജയ് വിളിച്ചു പറഞ്ഞ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ മുതൽ ഞാൻ മിഥുൻ എപ്പോഴാണ് എന്നെ വിളിക്കുന്നതെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വെരി എക്സൈറ്റഡ്. കാരണം നിങ്ങൾ ഈ ആട് ഡെഫിനറ്റ്ലി സംതിങ് എൽസ് കാണാൻ കാത്തിരുന്നോളൂ. നമുക്ക് സമയത്തിന്റെ ഒരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കി ആട് ടീം മെമ്പേഴ്സിനെ എല്ലാം സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നോബി, നോണി, ലിജോ, റോണിക്സ്, all the team members, please come on to this. Nelson, Colin, എല്ലാവരും ആടിന്റെ ടെക്നിക്കൽ ആക്ടേഴ്സ്, everyone who is part of ആട്, please come. ശിവു, നമുക്ക് ക്ലാപ്പിനും ഇതിനും ഒരു മുഹൂർത്തമുണ്ട്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എവിടെ എല്ലാവരും? ഹരി, ഈ ആടിന് ഏകദേശം ഞങ്ങള് 100-120 ദിവസത്തോളമാണ് പ്ലാൻ ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആക്ടേഴ്സ് എല്ലാം അവരുടെ കമ്മിറ്റ്മെന്റ് തീർത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലുക്ക് എടുത്ത് വെളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കുറെ പേർക്ക് അവരുടെ വർക്ക് തീർക്കേണ്ടതുകൊണ്ടാണ് ഇവിടെ എത്താൻ കഴിയുന്നത് ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ഇവിടെ ആടിന്റെ 2 ഫ്രാഞ്ചൈസിയിലും 2 പാർട്ടിലും ഉണ്ടായിരുന്ന കുറെ പേരുണ്ട്, കുറച്ച് പേര് പുതിയതായിട്ടുണ്ട്. എനിക്ക് സംസാരിക്കേണ്ടതെല്ലാം സംസാരിക്കാൻ ഇവൻ തടി വരച്ചപ്പോൾ എനിക്ക് ശിവനെ മനസ്സിലാവണം. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു വലിയ യാത്രയ്ക്ക് 2025 മെയ് 15 മുതൽ തുടങ്ങുകയാണ്. ഒരു വലിയ യാത്രയാണ്. ഞാൻ സിനിമയിൽ വന്നിട്ട് 32 വർഷമായി. അപ്പോ ആ 32 വർഷത്തിലെ ഏറ്റവും വലിയൊരു സിനിമ ഞാനും വർക്ക് ചെയ്യുന്നു. ഈ സിനിമയ്ക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന കുറേയധികം ടെക്നീഷ്യൻസ് ഇതിലുമുണ്ട്. അതുപോലെ സെക്കൻഡ് പാർട്ടിലുണ്ടായിരുന്ന കുറച്ച് പേരുണ്ട്. തേർഡിലേക്ക് വരുമ്പോൾ പുതിയ, എനിക്കൊന്നിന് ഇതിന്റെ കൂടെയാണ് കുറച്ചധികം പുതിയ ആൾക്കാരുള്ളത്. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആൾക്കാരാണ് കൂടുതലുള്ളത്. ക്യാമറ ടീം പുതിയതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പുതിയ സിനിമയ്ക്ക് പുതിയ കാലഘട്ടത്തിനുള്ള മാറ്റം അനുസരിച്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് പേരും ബാക്കി പുതിയ കാലഘട്ടത്തിൽ നിന്ന് കുറെ അധികം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആട് 3 വരാൻ പോകുന്നത്. ഇതിന്റെ ഒരു ബഡ്ജറ്റ് സത്യം പറഞ്ഞാൽ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഓരോ ദിവസവും ബഡ്ജറ്റ് ഇടാനായിട്ട് ഞങ്ങൾ ഇരിക്കും. അപ്പൊ ഓരോന്ന് കൂടി വരുന്നുണ്ട്. ഇതുവരെ ഇട്ടിട്ടില്ല. നാളെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ
ഷാൻ റഹ്മാനെ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പൊ ഷാൻ പറഞ്ഞു ഞാനെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു എന്നാണ് ഷാൻ പറഞ്ഞത്. ഷാൻ പുറത്താണ്. ഷാനെ ഈ പരിപാടിക്ക് വേണ്ടി വിളിച്ചപ്പോ പറഞ്ഞു പുറത്താണ്. അപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ക്രിസ്മസ് ആണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആട് 2 ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ ആട് 3 100% ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ വിജയ് സാറിനും മിഥുനും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദിയാണ് പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1ാമത്തെ പാർട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫസ്റ്റ് ഷോ പത്മ തിയേറ്ററിൽ കഴിഞ്ഞപ്പോ വളരെയധികം സങ്കടം തോന്നി. കാരണം ഇത്രയും ചെയ്തിട്ടും കളക്ഷൻ കുറവാണ്, പല പ്രതികരണം കുറവാണ്. അപ്പൊ അതിൽ നിന്ന് ഇന്നിവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നിർമ്മാണ കമ്പനി ആ വലിപ്പത്തിനോടൊപ്പം വലുതാകുകയും അത് 3ാമത്തെ പാർട്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് മലയാള സിനിമയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 5 minutes ഉണ്ട് സംസാരിക്കാൻ. ഭഗത്തോടെ എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എനിക്ക് വിരുന്ന ഡയലോഗ് തന്നെ ഇപ്പൊ പറയാൻ തോന്നുന്നത് പൂരം കൊടിയേറി മക്കളെ. കാരണം തുടക്കം മുതൽ ഇനി എല്ലാവരും കൂടി ഒരു ആഘോഷമായിരുന്നു. താങ്ക്സ് എല്ലാവർക്കും വിജയനോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എന്നോട് നിർത്തിക്കുന്നത് ചെയ്യണം അതിന് കാരണമുണ്ട്. എല്ലാവരും നമസ്കാരം. ഒരുപാട് സന്തോഷം. ആട് 1-ലില്ലായിരുന്നു, ആട് 2-ലേ ഉണ്ടായിരുന്നു. അത് ഹിറ്റായി. ഒരുപാട് സന്തോഷം. ഒരുപാട് പേര് ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. അത് എഴുതുന്ന തന്നെ പറഞ്ഞ സാർ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. താങ്ക്സ് സോ മച്ച്. അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിയാമോ ആർക്കെങ്കിലും? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തന്നെ ഞാനും പറയുന്നു. ആട് 3 ഗംഭീരമാവട്ടെ. ഇതൊരു ആഘോഷത്തിന്റെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ആൻസൺ വന്നിട്ടുണ്ട്. ആൻസൺ നമസ്കാരം. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ആട് 3 ഒരു ഭാഗമാകാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ആട് 2 ഉണ്ടാവുമെന്ന് വിജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ചേട്ടൻ എന്നെ വിളിച്ചു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഗംഭീര ഹിറ്റ് ആവട്ടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആട് 1, 2, 3 എല്ലാം ആയി. അപ്പൊ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടാണ്, എല്ലാവരും പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇതിലൊക്കെ ഭാഗമാകാൻ ഈ എന്നെക്കാൾ എത്രയോ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പറയുന്നത് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യം. അപ്പൊ ഞാൻ എന്ത് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത് വളരെ ദൈവത്തിന്റെ അനുഗ്രഹവും ഭാഗ്യമൊക്കെ എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് സാറിന് ഇതിന് ഒക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാം ഈ ഞാൻ പറഞ്ഞ ഈ കഥാപാത്രങ്ങളുടെ പേര് എല്ലാവരും വിളിക്കും. എന്നെ ഡ്രാഗൺ പേര് പേരെന്ന് വിളിക്കും. എന്നെ വിളിക്കുന്നത് പോട്ടെ, എന്റെ മോളെ സ്കൂളിൽ കൃത്യപ്പേര് ഡ്രാഗൺ പേര് ചെയ്യുന്നു. അവിടെ അങ്ങനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ വരെ എത്തിയത് എല്ലാവരും എല്ലാവരും നന്ദി, നമസ്കാരം. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരോടും നമസ്കാരമുണ്ട്. ഞാൻ വിദ്യാർത്ഥിനെ വിളിച്ച് 1 വർഷം മുമ്പ് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത്. പുള്ളി എന്നെ നിർത്ത് കാണും, എന്നാലും കുഴപ്പമില്ല, എനിക്ക് അഭിനയിച്ചേ പറ്റുമെന്ന് പറഞ്ഞു പുള്ളിയുടെ. എന്നാ ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 1 വർഷത്തിന് ശേഷം പുള്ളി പറഞ്ഞു, എടാ നിന്നെക്കൊണ്ട് വലിയ തലവേദനയാകണാണ്, അങ്ങനെ പറഞ്ഞ് എന്നെ അതിലേക്ക് ആഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ആട് 3 മിനിമം ഒരു 100 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു സിനിമയെ മാറട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്.
നമുക്ക് വിളക്ക് കൊളുത്തി ആട് 3 തുടക്കം കുറിക്കാം. അതിനായിട്ട് ഞാൻ ലിസ്റ്റിനെയും തോമസ് ഏട്ടനെയും ഇവിടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അങ്ങനെ ഇനി മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു ഫാന്റസി, ആ ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫ്രാഞ്ചൈസി ആട് 3 ഇവിടെ തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാവരും ഡിസംബറിൽ ഈ ഒരു ക്രിസ്മസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആട് 3യുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതും ഒരുപാട് ചിരിയുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാണ് അവരുടെ മലയാള ചരിത്രത്തില്, മലയാള സിനിമാ ചരിത്രത്തില് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നർമ്മം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ അതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പടത്തിന്റെ റിലീസോട് കൂടി നമുക്ക് അറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മറ്റേ കാര്യം പറയട്ടെ. ഞാൻ പറയും, ഒന്നുമില്ല. ശരിക്കും ആട് സിനിമയില് എന്നെ സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാൻ അങ്ങനെ ഒരുപാട് ആരുമില്ലായിരുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത്. അപ്പൊ ആട് സിനിമയിൽ ഞാനും ഉണ്ടാവേണ്ടതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ സമയത്താണ് പ്രേമം നടക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസരം ചോദിച്ച് നടന്ന് ഞാൻ ഡേറ്റ് ക്ലാഷിൽ പെട്ടുപോയതാണ് പ്രേമമാണ്. അങ്ങനെ ഒരു സത്യമുണ്ട് ഇതിന്റെ പുറകില്. അതെ, ഞാൻ സ്വിച്ച് ഓൺ അല്ല, ഞാൻ തള്ളി കയറുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ കയറി പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി ഫസ്റ്റ് ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന പുതിയ സംവിധായകനുമായ ശ്രീ ഉണ്ണി മോഹൻ, ആക്ടർ സൂപ്പർ സ്റ്റാർ പരിപാടികളൊക്കെ വിട്ടുകൊണ്ട് ഡയറക്ടർ ഉണ്ണി മോഹൻ ക്ഷണിക്കുകയാണ്. രണ്ടും സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. സാമിയർ എൻ്റെ എന്താ പറയാ, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാൻ എൻ്റെ ഇതിനുവേണ്ടി സംസാരിച്ച് ഇന്ന് പാലക്കാട് എത്തി. മിഥുൻ എന്ന് പറയുന്നത് എൻ്റെ സെറ്റ്, ഹ്യൂജ് സെറ്റ് അവിടെ നടക്കുന്നത്. വിജയൻ്റെ ഫ്രണ്ടാണ്. എല്ലാവരും ഓൾ ദ കാസ്റ്റുകൾ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ബിഗ് തിങ്. അതിൻ്റെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ ലോജിസ്റ്റിക്സ് ഒക്കെ മനസ്സിലാവുന്നവർക്ക് അറിയാം. ഇറ്റ്സ് ഹ്യൂജ്. അതും നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടു. ഒരു പരാജയത്തിൽ നിന്ന് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഈ ടീം എല്ലാവിധ പാവങ്ങളും ഐ റിയലി ഫീൽ ദാറ്റ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇനിയും നല്ല സിനിമകൾ വരട്ടെ. എൻ്റെ കരിയറിൽ ആട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസ് നടത്തിയൊരു ഘട്ടം കൂടിയിട്ട്. ലൈക്ക് മാർക്കോ എന്ന സിനിമ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ആടിൻ്റെ ഫെയിലിയറിൽ നിന്ന് ആട് 2 വിജയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു നമുക്ക് ഒരു മാർക്കോ ചെയ്താലോ എന്ന്. അപ്പോൾ അത് ആർക്കും അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആൻഡ്രോ ചേട്ടനോട് ചോദിച്ചു ഞാനത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. ആൻഡ് ഐ ഹാവ് ടു താങ്ക് ഹിം ബിക്കോസ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ശരി കൂടെ ചെയ്തു എന്ന് പറഞ്ഞു. എൻ്റെ ഏതൊരു നയ പൈസ പോലും പുള്ളി മേടിച്ചില്ല. ആ ഒരു NOC ഒക്കെ തന്നു. എന്നാൽ ഗെയിം ദ ഫ്രീഡം ടു ഗോ ഹെഡ്. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇതൊക്കെ ഒരു കൺവിക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. ആൻഡ് ഐ ആം പാർട്ട് ഓഫ് ദാറ്റ്. സോ ആട് 3 വിജയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ബിക്കോസ് ഇനിയും നല്ല സിനിമ വരട്ടെ, ഇനിയും ഇൻസ്പിറേഷൻസ് കാണട്ടെ. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ചേട്ടൻ്റെ ഈ സിനിമ മാത്രമല്ല, എനിക്ക് കത്തനാറും കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം വരാൻ സാധിച്ചതിൽ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ രാജ്യം അത്രയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ല. ബട്ട് ഐ റിയലി ഹോപ്പ് ദാറ്റ് വി പ്രേ ഫോർ ദി കൺട്രി ആസ് വെൽ. ബട്ട് ഇതൊരു നല്ലൊരു ദിവസം, നല്ലൊരു തുടക്കം. ആൻഡ് ഐ ആം ഹാപ്പി ദാറ്റ് എനിക്ക് വരാൻ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.
നിങ്ങളുടെ ഷാജി പാപ്പനെയും തോമസ് പാപ്പനെയും ക്ലാപ്പിന്റെ പുറകിൽ മുഖം കൊടുക്കാനായി ക്ഷണിക്കുകയാണ് ഫസ്റ്റ് ഷോട്ടിനായിട്ട്. തോക്കുവിട്ട അത് പൊട്ടത്തില്ല. അതിനുശേഷം സ്ക്രിപ്റ്റ് കൊടുത്തതിന് ശേഷം എന്നോട് പലരും ചോദിച്ചു പടക്കളത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ പടക്കളം ടീം ഇസ് ഹിയർ. We have a meet the press question and a success cake cutting ceremony after this. So press should hang on. Please, Midul, director, please.